ഞാൻ ദൈവരാജ്യം സൃഷ്ടിക്കുന്നവരാണ്. എന്റെ പ്രവൃത്തി മറ്റുള്ളവന് നന്മയുള്ളതാണെങ്കിൽ ഞാൻ ദൈവരാജ്യം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കൃത്യമായിട്ട് പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് കേട്ടോ. ഞാൻ ദൈവരാജ്യമാണ് സൃഷ്ടിക്കുന്നത്, നരകമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തമായൊരു സന്ദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞു, ചെളിയായി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി എറിഞ്ഞ് ജീവിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി എറിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൈവരാജ്യം സൃഷ്ടിക്കുന്നവരാണ്. പരസ്പരം അങ്ങോട്ട് കുറ്റപ്പെടുത്തി ഇങ്ങോട്ട് കുറ്റപ്പെടുത്തി നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ കഴിവുള്ള നന്മകൾ ചെയ്യാം. ദൈവരാജ്യം ഓരോരോ വ്യക്തികൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഈ വിശുദ്ധ കുർബാനയുടെ തന്നെ ദൈവരാജ്യം സൃഷ്ടിക്കാം. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാം, മനമുരുകി പ്രാർത്ഥിക്കാം ആ മരിച്ചവർക്ക് വേണ്ടി. അതുപോലെ തന്നെ അതുപോലെയുള്ള വ്യക്തികൾക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം സൃഷ്ടിക്കും.